Hello and welcome back to another video on daily use ചെറിയ sentences. ഈ സെന്റൻസുകളെല്ലാം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ അത് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അയാൾ നിന്നെ തുറിച്ചു നോക്കുകയാണ്. അയാൾ നിന്നെ തുറിച്ച് നോക്കുകയാണ്. He is staring at you. He is staring at you. തുറിച്ചു നോക്കുന്നതിനെ സ്റ്റെയർ ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ സ്റ്റെയറിംഗ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക. He is staring at you. നിനക്കങ്ങനെ തോന്നിയതായിരിക്കാം. നിനക്കങ്ങനെ തോന്നിയതായിരിക്കാം. You might have felt that way. You might have felt that. felt എന്ന് പറഞ്ഞാൽ ഫീൽ എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം, അങ്ങനെ നീ ഫീൽ ചെയ്തതായിരിക്കാം. യു മൈറ്റ് ഹാവ് എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കാം എന്ന ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യു മൈറ്റ് ഹാവ് ഫെൽറ്റ് ദാറ്റ് വേ. ആ രീതിയിൽ നിനക്ക് തോന്നിയതായിരിക്കാം. അയാളുടെ സംസാര രീതി എനിക്കിഷ്ടമല്ല. അയാളുടെ സംസാര രീതി എനിക്കിഷ്ടമല്ല. I don't like the way he talks. I don't like the way he talks. The way he talks എന്ന് പറഞ്ഞാൽ അയാൾ സംസാരിക്കുന്ന രീതി. വേ എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ the way he talks എന്ന് പറഞ്ഞാൽ സംസാര രീതിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ I don't like, അയാളുടെ സംസാര രീതി എനിക്ക് don't like. അവൻ അങ്ങനത്തെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അങ്ങനത്തെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think he is that kind of a person. I don't think he is that kind of a person. That kind of a person എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളാണെന്ന് I don't think എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കരുതുന്നില്ല. നീ അങ്ങനെ എന്നെ നോക്കരുത്. നീ അങ്ങനെ എന്നെ നോക്കരുത്. Don't look like that. Don't look at me like that പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ. Don't look at me. At me പറഞ്ഞാൽ എന്നെ അങ്ങനെ നോക്കുക. അപ്പോൾ don't, നോക്കരുത്. Don't look at me like that. നിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നീ തയ്യാറാവണം. നിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നീ തയ്യാറാവണം. You must be ready to face your problems. You must be ready to face your problem. അഭിമുഖീകരിക്കുക എന്ന് പറയുന്നതിനെ ഫേസ് ചെയ്യുക എന്നാണ് പറയുക. അപ്പൊ നിന്റെ പ്രശ്നങ്ങൾ നീ ഫേസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഫേസ് യുവർ പ്രോബ്ലം. ഫേസ് എന്ന് പറഞ്ഞാൽ മുഖമാണ്, പക്ഷെ ഫേസ് യുവർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക. അയാൾ കമ്മിറ്റി മെമ്പർ ആവുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അയാൾ കമ്മിറ്റി മെമ്പർ ആവുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. There is no meaning in him being a committee member. There is no meaning in him being a committee member. There is no meaning പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. In him being a committee member. അയാൾ കമ്മിറ്റി മെമ്പർ ആവുന്നതിൽ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട യൂസേജ് in him being a committee member എന്നാണ്. Okay. There is no meaning in him being a committee member. അയാൾ തലോടുന്നത് എനിക്കിഷ്ടമല്ല. അയാൾ തലോടുന്നത് എനിക്കിഷ്ടമല്ല. I don't like him fondling me. I don't like him fondling me. തലോടുക എന്നത് ഇംഗ്ലീഷിൽ ഫോണ്ടിൽ ചെയ്യുക, അതായത് ഫോണ്ട്ലിംഗ് എന്നാണ് പറയുക. അപ്പൊ തലോടുന്നത് വളരെ സ്നേഹം കൊണ്ട് തലോടാം, അല്ലെങ്കിൽ വേറെ ഉദ്ദേശത്തോടു കൂടി തലോടാം. അപ്പൊ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. I don't like him fondling me. അയാൾ ഫോണ്ടിൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഏത് വഴിക്കാ പോകുന്നത്? നീ ഏത് വഴിക്കാ പോകുന്നത്? Which way are you going? Way are you going? Way എന്ന് പറഞ്ഞാൽ വഴി. അപ്പോ which way, ഏത് വഴിക്കാണ് നീ പോകുന്നത്? ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. Which way are you headed? ഈ going എന്ന വാക്കിന് പകരം headed എന്ന് ഉപയോഗിക്കാം. Head എന്ന് പറഞ്ഞാൽ തല എന്നാണ്, പക്ഷെ headed എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ നോക്കി പോകുന്നതിനെയാണ് നമ്മൾ headed എന്ന് പറയുന്നത്. അപ്പോ which way are you headed? നീ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? അവൻ ഏത് വഴിക്കാ പോയത്? അവൻ ഏത് വഴിക്കാ പോയത്? Which way did he go? Which way did he go?
അങ്ങനെയും പറയാം. അല്ലെങ്കിൽ which way was he headed? which way was he headed? അപ്പോൾ ഗോയിങ്ങിന് പകരം നമുക്ക് headed എന്നുള്ള വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ കുറച്ച് വൈകും. ഇന്ന് രാത്രി ഞാൻ കുറച്ച് വൈകും. I will be a little late tonight. I will be a little late. കുറച്ച് ലേറ്റ് ആകും tonight. ഇന്ന് രാത്രി. ഇന്ന് രാത്രി എന്നതിനെ today night അല്ല tonight. ഇത് ഞാൻ വേറെയും 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി. ഞാൻ നിന്നെ 100% പിന്തുണയ്ക്കാം. ഞാൻ നിന്നെ 100% പിന്തുണയ്ക്കാം. I will back you up 100%. I will back you up 100%. പിന്തുണയ്ക്കാം അല്ലെങ്കിൽ നിന്റെ പിന്നാലെ ഞാൻ ഉണ്ടാകാം എന്നതിനെയാണ് നമ്മൾ back you up. I will back you up 100%. ഇന്നെനിക്ക് കുറെ ഭേദമുണ്ട്. ഇന്നെനിക്ക് കുറെ ഭേദമുണ്ട്. അതായത് ഒരു അസുഖത്തിൽ നിന്ന് നമ്മൾ ഭേദപ്പെട്ടു വരുമ്പോൾ ആരോഗ്യം എങ്ങനെയുണ്ട്, how are you feeling എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നെനിക്ക് കുറെ ഭേദമുണ്ട്. I am much better today. I am much better. നിന്റെ ആരോഗ്യമാണ് കൂടുതൽ പ്രധാനം. നിന്റെ ആരോഗ്യമാണ് കൂടുതൽ പ്രധാനം. Your health is more important. Your health is more important. Important പറഞ്ഞാൽ പ്രധാനം. അപ്പോൾ your health, നിന്റെ ആരോഗ്യമാണ് more important, കൂടുതൽ പ്രധാനം. നീ എത്തുമ്പോൾ എന്നെ അറിയിക്കുക. നീ എത്തുമ്പോൾ എന്നെ അറിയിക്കുക. Let me know when you arrive. Let me know when you arrive. നീ എത്തുമ്പോൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസസ് നിങ്ങൾ മനസ്സിലാക്കി അത് പലതവണ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.